ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ശക്തി പ്രാപിക്കുന്നവർ. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് ശാസ്ത്രജ്ഞനാണ് എഡിസൺ. വൈദ്യുതി ബൾബ്, മൂവി ക്യാമറ, ടെലഗ്രാം, ഫോണോഗ്രാഫ് തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിൻ്റെ ഗവേഷണ ഫലങ്ങളാണ്. 1876 അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള മെലൻലോ പാർക്കിൽ അദ്ദേഹം വലിയൊരു ഗവേഷണശാല സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഊർജവും ഈ കേന്ദ്രത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ 60ാമത്തെ വയസ്സിൽ താൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഗവേഷണശാല ഭീകരമായ ഒരു അഗ്നിബാധയിൽ കത്തിയമർന്നു. അതുവരെയുള്ള ഗവേഷണങ്ങളുടെ റെക്കോർഡുകളും അതോടൊപ്പം എരിഞ്ഞടങ്ങി. വാർദ്ധക്യത്തിലെത്തിയ എഡിസൺ തൻ്റെ അധ്വാന ഫലം മുഴുവൻ നഷ്ടപ്പെടുന്നത് കണ്ട് ഹൃദയം പൊട്ടി മരിക്കുമെന്ന് ജനം കരുതി. എന്നാൽ സംഭവിച്ചത് അതല്ല. ഒറ്റ വർഷം കൊണ്ട് ആ സ്ഥാനത്ത് ആദ്യത്തേതിനേക്കാൾ മനോഹരമായ മറ്റൊരു ഗവേഷണ കേന്ദ്രം അദ്ദേഹം പടുത്തുയർത്തി. മാത്രമല്ല, പിന്നീടുള്ള വർഷങ്ങളിൽ താൻ 60 വയസ്സിനിടയിൽ നടത്തിയതിനേക്കാൾ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തി. 1931 അദ്ദേഹം മരിക്കുമ്പോൾ 1300ഓളം കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നു. 60കളിൽ ജീവിക്കുന്ന ആ മനുഷ്യൻ താൻ പടുത്തുയർത്തിയവ തകർന്നടിയുന്നത് കണ്ട് നിരാശയിൽ ഒതുങ്ങിക്കൂടിയില്ല. പകരം പുതിയ ആവേശവുമായി എല്ലാം വീണ്ടെടുക്കുവാൻ ഒരുങ്ങി. പ്രായം അതിനൊരു തടസ്സമായി തീർന്നില്ല. കഴുകനെ പോലെ നമ്മുടെ യുവത്വം നവീകരിക്കപ്പെടുക എന്ന് പറയാറുണ്ട്. എന്താണ് കഴുകനുള്ള പ്രത്യേകത? അത് വളരെയധികം ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണെന്നല്ല, മറിച്ച് മറ്റൊരു പക്ഷികൾക്കും ഇല്ലാത്ത ഒരു സവിശേഷത ഈ പക്ഷിക്കുണ്ട്. സാധാരണയായി കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ കഴുകൻ്റെ ചിറകുകളുടെ ശക്തി ക്ഷയിക്കും. തൂവലുകളുടെ കട്ടിയും കരുത്തും കുറയുകയും ചെയ്യും. അപ്പോൾ ഈ കഴുകൻ ഏതെങ്കിലും പാറയുടെ വിള്ളലുകളിൽ കയറിയിരുന്നുകൊണ്ട് തൻ്റെ ശരീരത്തിലെ തൂവലുകളെല്ലാം ചുണ്ടുകൾ കൊണ്ട് കൊത്തിപ്പറിച്ച് കളയും. ഏതാനും ദിവസങ്ങൾ നീളുന്ന വേദനാജനകമായ ഈ പ്രക്രിയ കഴിയുമ്പോൾ ശരീരത്തിൽ തൂവലുകളോ പറക്കാൻ ശേഷിയില്ലാത്ത ഒരു കഴുകൻ കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് അത് പോകും. അനേക ദിവസങ്ങൾ വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ തപസ്സിരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ശരീരത്തിലെ കൊഴുപ്പ് മുഴുവനും ഉരുകാൻ ആരംഭിക്കും. ചിറകുകളിൽ പുതിയ തൂവലുകൾ മുളച്ചു വരും. ദിവസങ്ങൾക്ക് ശേഷം അത് പറക്കാൻ ആരംഭിക്കും. പുതിയ ശക്തിയോടെ.
കഴുകനെ പോലെ നമ്മുടെ യൗവനം നവീകരിക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. നമ്മളും കഴുകനെ പോലെ തപസ്സിരിക്കാൻ ദിനങ്ങൾ മാറ്റിവെക്കണം. നിരാശയും വിലാപവും ശൂന്യതയും നമ്മളിൽ നിന്നും പോയി മറിയട്ടെ.